ഭൂമിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യർ മാത്രമാണ് ദൈവത്തെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഒരു അഹങ്കാരമാണ്. കിബർ എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ ആരും നിയന്ത്രിക്കരുത്, ആം അബവ് ദ ലോ, ഞാൻ നിയമത്തിന് അതീതനാണ് എന്ന മനുഷ്യന്റെ ചിന്തക്കാണ് കിബർ എന്ന് പറയുന്നത്. ഇബ്ലീസിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, മാ മനഅക് അൻ തസ്ജുദ്, ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തേ ഇബ്ലീസേ നിനക്ക് സാധിക്കാതെ പോയത്? അസ്തക്ബർത്, നീ അഹങ്കരിക്കുകയാണോ ചെയ്തത്? അം കുൻത മിനൽ ആലീൻ, അല്ല നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നിയോ? ഇസ്തിക്ബാറും ഉലുവും രണ്ടും രണ്ടാണെന്നാണ്. കിബർ എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ, ആ നിർദ്ദേശത്തെ അനുസരിക്കാതിരിക്കുക. അം കുൻത മിനൽ ആലീൻ, അതല്ല നീ വലിയ ആളാണോ എന്ന് പറഞ്ഞാൽ ആ നിർദ്ദേശം തന്ന ആളെ അവമതിക്കുന്ന ആളാണോ? ഇതാണ് ഉലുവ് എന്ന് പറഞ്ഞാൽ. കിബർ എന്ന് പറഞ്ഞാൽ നിർദ്ദേശത്തെ മാനിക്കാതിരിക്കുക. ആലീൻ എന്ന് ചോദിച്ചതിൻ്റെ ഉദ്ദേശം നീ വലിയ ആളായോ എന്ന് ചോദിച്ചാൽ നിർദ്ദേശം തന്ന ആളെ നീ ധിക്കരിക്കുകയാണോ? ഒന്ന് നിർദ്ദേശത്തെ നിഷേധിക്കാം, നിർദ്ദേശിച്ചവനെയും നിഷേധിക്കാം. അതുകൊണ്ട് നീ ചെയ്തത് എന്താണ് എന്ന് അള്ളാഹു ചോദിച്ചു. അള്ളാഹുവിൻ്റെ നിയമം സുജൂദ് ചെയ്യുക എന്ന നിയമം നീ അംഗീകരിക്കാതെ പോയത് അള്ളാഹുവിൻ്റെ നിയമത്തെ നീ ധിക്കരിച്ചതാണോ? അതല്ല, പടച്ചോനെക്കാളും വലുത് ഞാനാണ് എന്ന് നിനക്ക് തോന്നിയതാണോ? അള്ളാഹുവിൻ്റെ ചോദ്യം. ഇസ്തിക്ബാറും ഉലുവും രണ്ടും രണ്ടാണ്. ഇരിക്കട്ടെ, അള്ളാഹു പറയണേ, ഭൂമിയിൽ അഹങ്കരിക്കുന്ന മനുഷ്യർ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവർ, ഞാൻ നിയമത്തിന് അതീതനാണ് എന്ന് ചിന്തിക്കുന്നവർ, അത്തരം ആളുകളെ എൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കിടയിലൂടെ ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ കൈവരിച്ച പല നേട്ടങ്ങളെയും ശരിവെക്കുന്നതോ അന്വർത്ഥമാക്കുന്നതോ ആയ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ വ്യക്തമായി പറഞ്ഞു കൊടുത്താൽ പോലും ഈ പറയുന്നത് ശരിയല്ലെന്നും അത് സത്യമല്ലെന്നും അതിലെന്തിരിക്കുന്നു എന്നും കൊഞ്ഞനം കാണിച്ച് ചോദിക്കുന്നവരെല്ലാം താൻ നിയമത്തിനും എല്ലാറ്റിനും മീതയാണ്, എന്നെ നിയന്ത്രിക്കാൻ ഇവിടെ ആരും വരണ്ട എന്ന് ചിന്തിക്കുന്നവരാണ്. അത്തരം ആളുകൾക്ക് ദൃഷ്ടാന്തമല്ല, അവർക്കത് കാണാൻ കഴിയില്ല. അവർക്ക് എല്ലാം നോർമലാണ്. ഇതിലും ഒരു കൗതുകവും പ്രപഞ്ചത്തിൽ അവർക്ക് കാണാൻ കഴിയില്ല. എല്ലാം ഔട്ട് ഓഫ് ഓർഡർ, എവ്രിതിങ് റാൻഡം, ഇതിലൊന്നും ഒരു കൃത്യതയുമില്ലാത്ത എന്തൊക്കെയോ നടക്കുന്നു എന്നേ അവർക്ക് കാണാൻ കഴിയും. ഖുർആൻ പറയുന്നു, നന്മയുടെ വഴി, നീതിയുടെ വഴി, സത്യത്തിൻ്റെ വഴി, മദ്യപാനവും ലഹരിയും പാടില്ല എന്ന് പറയുന്ന വഴി, വ്യഭിചാരവും ആണ് പെണ്ണിൻ്റെ കോലം കെട്ടുന്നതും പെണ്ണ് ആണിൻ്റെ കോലം കെട്ടുന്നതും പാടില്ലെന്ന് പറയുമ്പോൾ, പലിശ ഇടപാടുകളെ വിശുദ്ധ ഇസ്ലാം നിശിതമായി സമീപിക്കുമ്പോൾ, ലഹരി ഉപയോഗം പാടില്ലെന്ന് പറയുമ്പോൾ, കൊലപാതകം, ഒരു മനുഷ്യൻ്റെ ജീവൻ സർവ്വ മനുഷ്യരുടെ ജീവനോളവും ഒരുപോലെ വിലയുള്ളതാണ് എന്ന് പറയുമ്പോൾ, യുദ്ധങ്ങളും സംഘട്ടനങ്ങളും പാടില്ലെന്ന് പറയുമ്പോൾ, അത്യാഗ്രഹത്തിന് വേണ്ടി സമ്പത്തിൻ്റെ പിന്നാലെയുള്ള മനുഷ്യൻ്റെ ഇച്ഛകൾക്ക് പിന്നാലെ ഓടരുത് എന്ന് പറയുമ്പോൾ, സത്യം പറയണമെന്ന് പറയുമ്പോൾ, ഈ നന്മകളൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ തന്നെ ഞങ്ങൾക്ക് ലഹരി വേണമെന്ന് പറയുന്നവർക്ക് കൂടെ സിന്ദാബാദ് വിളിക്കുന്നവര്, ഇവിടെ ട്രാൻസ്ജെൻഡറുകൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ അത്തരം സംസ്കാരത്തെ പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് ഇത് ഞങ്ങളുടെ അസ്തിത്വമാണ്, ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള ഒരു പരീക്ഷണത്തെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഞങ്ങൾ അവരോടൊപ്പമാണ്. ഖുർആൻ പറയും, നോക്കണേ, സംസ്കാരത്തിനും മനുഷ്യൻ്റെ മൂല്യബോധത്തിനും എതിരായ വല്ലതും കണ്ടാൽ യത്തഖിദൂഹു സബീല, ഞങ്ങൾ അതിൻ്റെ ആളുകളാണ്. ഇപ്പുറത്ത് നന്മയുടെ കാര്യം പറഞ്ഞാലേ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇതൊക്കെ പറയുന്നത് ആരാന്നറിയോ? ഞാൻ എല്ലാറ്റിനും പോന്നവനാണെന്ന ധിക്കാരമുള്ള മനുഷ്യനാണ്. അവർക്കങ്ങനെ പറയാൻ കഴിയൂ. ഞാനൊരു വിചാരണക്ക് നേരിടാൻ പോകുന്നവനാണ്, എൻ്റെ മുമ്പിൽ മരണമുണ്ട്. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون.
ഖബറിലേക്ക്, മണ്ണിലേക്ക് പോയി കടക്കണം. അത് കഴിഞ്ഞാൽ ഒരു ആഖിറമുണ്ട്, വിചാരണയുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. സത്യം സത്യമാണ്, ധർമ്മം ധർമ്മമാണ്, നന്മ നന്മയാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഇസ്റാഉം മിഅ്റാജും കഴിഞ്ഞ ആ രാത്രിയുടെ തൊട്ട് പിറകിലാണ് നമ്മളുള്ളത്. റജബ് 27 കഴിഞ്ഞ് 2 രാത്രിയേ ആയിട്ടുള്ളൂ. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ആ യാത്രയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما جعلنا الرؤيا التي أريناك إلا فتنة للناس والشجرة الملعونة في القرآن ونخوفهم فما يزيدهم إلا طغيانا كبيرا. പുണ്യ റസൂലേ, ആകാശ ലോകങ്ങളുടെ അതിരുകളെ മറികടന്നുകൊണ്ട് റസൂലേ, അങ്ങയെ നാം ചന്ദ്രഗോളങ്ങളല്ല, സൂര്യൻ ഉൾക്കൊള്ളുന്ന സൗരയൂഥമല്ല, നക്ഷത്രങ്ങളായ നക്ഷത്രങ്ങളുടെ മണ്ഡലങ്ങളെ മുഴുവനും കീറി മുറിച്ചുകൊണ്ട് ഹബീബാ നബിയെ 7 ആകാശങ്ങളെയും അതിനപ്പുറത്തും കൊണ്ടുപോയി സിദ്റത്തുൽ മുൻതഹായും സ്വരീഫുൽ അഖ്ലാം എന്ന് പറയുന്ന മാലാഖമാരുടെ പേനെഴുത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഇടം വരെയും, അതിനപ്പുറത്ത് ബഹ്റുന്നൂർ, പ്രകാശത്തിന്റെ സമുദ്രം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. മിഅ്റാജിന്റെ രാവിൽ ഹബീബ് കണ്ടത്. ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലുൻ വഖഫ് ഫീ ശത്വിഹി ഗുർബൻ ഫവദ്ദഅ വഹതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. എൻ്റെ റസൂലേ, അല്ലാഹു വിളിച്ചു പറയുകയാണത്. ആയാതിനാ ഇന്നഹു ഹുവസ്-സമീഉൽ ബസീർ. സ്റ്റെപ്പ് അറ്റ് വാട്ടർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഏലിയനുമായി സംസാരിച്ചത് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഏലിയന് ആകാശലോകത്ത് വെച്ച്, ഭൗമമണ്ഡലത്തിന്റെ പുറത്ത് വെച്ച് തൻ്റെ സ്പേസ് ഷട്ടിലിൽ ഒരു ഏലിയൻ വന്നിരുന്നു. ആ ഏലിയനോട് ഈ സയന്റിസ്റ്റ് സംസാരിച്ചത് ഞാനൊരു പ്രശ്നത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത്ഭുതം വിട്ടുമാറാത്തൊരനുഭവമാണത്. അദ്ദേഹം അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. സ്റ്റെപ്പ് അറ്റ് വാട്ടർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. സയന്റിസ്റ്റ് എൻ്റെ മുമ്പിൽ, എൻ്റെ സീറ്റിൻ്റെ മുന്നിൽ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് മനുഷ്യനല്ല, ജിന്നുകളായിരിക്കും, വേറെ എന്തെങ്കിലും ജീവികളായിരിക്കും. അതിനുള്ള ഏലിയൻസ് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം പറയാ, ആ ആളും ഞാനും തമ്മിൽ സംസാരിച്ചു.
എനിക്ക് തോന്നി അവിടെ സംസാരിക്കണമെന്ന്. ഞാൻ സംസാരിച്ചു, എൻ്റെ ഭാഷ അയാൾക്ക് മനസ്സിലായി. അയാൾ എന്നോട് മറുപടിയും തന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, യു ഡോണ്ട് ബിലോങ് ഹിയർ, നിങ്ങൾ ഇവിടെ വരേണ്ട ആളല്ലല്ലോ എന്ന് പറഞ്ഞു. സ്റ്റെപ്പ് അറ്റ് വാട്ടർ. അദ്ദേഹം പറയാണ്, ശരിയാണ്, എനിക്കറിയാം, ഇത് നിങ്ങളുടെ ലോകമാണ്, ഞാനിവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പേരൊന്നും ചോദിച്ചില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ളത്, എൻ്റെ അറിവ്, എൻ്റെ ബുദ്ധി അത് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് എന്നോട് ചില കാര്യം പറഞ്ഞുതരാൻ പറ്റുമോ? അത് ചോദിച്ചു. പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ എത്ര സമയമെടുക്കുന്നു? അപ്പോൾ ഈ ഏലിയൻ ജിന്നാണോ എന്താ നമുക്കറിയില്ല, സ്പേസിൽ കണ്ടുമുട്ടിയ ഒരു ജീവി അയാളോട് സംസാരിച്ചു. അയാളത് ലോകത്തൊരു പ്രമുഖ മീഡിയയിൽ ഇരുന്നു കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എൻ്റെ അനുഭവം ഇന്നലെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണ് ഇന്നലെ തിന്നതെന്ന് ഞാൻ മറന്നിട്ടുണ്ടാവും, പക്ഷേ 10-20 കൊല്ലം മുമ്പ് നടന്ന ഈ അനുഭവം ഞാൻ മറന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മനുഷ്യർ യാത്ര ചെയ്യുന്നത് ഇങ്ങനെയാണ്. പ്രോക്സിമ സെഞ്ചുറി എന്ന് പറഞ്ഞാൽ സൂര്യൻ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെഞ്ചുറി. ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം കിടക്കുന്ന ഒരു നക്ഷത്രം, ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത്. അദ്ദേഹം ചെയ്തു, റുബിക്സ് ക്യൂബ് അറിയോ എന്ന് ചോദിച്ചു. ആ, അറിയും. കുട്ടികളെ തിരിച്ചു കളിക്കുന്ന സാധനമല്ലേ റുബിക്സ് ക്യൂബ്. ഞങ്ങൾ ഏലിയൻ സഞ്ചരിക്കുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് ഇങ്ങനെ ദൂരം സഞ്ചരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാലെടുക്കും അങ്ങോട്ട് എത്തണമെങ്കിൽ. ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ ഞങ്ങൾക്ക് പാകപ്പെടുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പോകുന്ന പോലെയല്ല. ഇവിടെ എത്തണമെങ്കിൽ ഞങ്ങൾ അതിനെ ഒരു റുബിക്സ് ക്യൂബിനെ മറിക്കുന്ന പോലെ ഞങ്ങൾക്കതിനെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധം ചില സംവിധാനങ്ങളുണ്ട്. എനിക്ക് മനസ്സിലായില്ല എന്താണ് അയാൾ പറയണത്. പക്ഷേ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്നതിലും സ്പീഡിൽ ഈ ഏലിയൻസിന് സഞ്ചരിക്കാൻ കഴിയും എന്ന് അയാൾ എനിക്ക് മനസ്സിലാക്കി തന്നു. ഏലിയൻസ് പറഞ്ഞതൊന്നുമല്ല നമ്മുടെ വിഷയം. പുണ്യനിബിധങ്ങൾക്ക് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഈ ദൂരം കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞ ഇസ്റാ മിഅ്റാജ് ഹബീബായ നിബിധങ്ങൾക്ക് അല്ലാഹു നടപ്പിലാക്കി കൊടുത്തു. ഇതൊരു അത്ഭുതമാണ്. ഈ അത്ഭുതത്തെ കവച്ചു വെക്കാവുന്ന ഒരു സയൻസും ഒരു കണ്ടുപിടുത്തവും ലോകത്ത് നടക്കാൻ കഴിയില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. ലോകത്തോട് കളവ് പറഞ്ഞിട്ടില്ലാത്ത, മനുഷ്യരോട് കളവ് പറഞ്ഞിട്ടില്ലാത്ത ഒരു സത്യസന്ധരായ പ്രവാചകൻ എന്തിനിത് നുണയായി പറയണം? ആമന്ന വസദ്ദഖന. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇതും ഒരു പരീക്ഷണമായിരുന്നു. വമാ ജഅൽന റുഅയല്ലതി അറൈനാക. മിഅ്റാജിന്റെ രാവിൽ നബിയേ അങ്ങേക്ക് കാണാൻ സാധ്യമാക്കി തന്ന അത്ഭുതങ്ങളെല്ലാം ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, ജനങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കാനുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണമാണ് നബിയേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. പുണ്യ റസൂലിനെ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത് മക്കയിലാണ്, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അന്നത്തെ ഫലസ്തീനിലെ ഈലിയ എന്ന് പറയുന്ന പ്രദേശത്ത്, ഇന്ന് ജെറൂസലേം എന്നറിയപ്പെടുന്ന ആ നഗരത്തിൻ്റെ മധ്യത്തിൽ ആ കുന്നിൻ പുറത്ത് കാണുന്ന പരിശുദ്ധമായ ഭവനം, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒരുപോലെ ആദരിക്കുന്ന അൽ മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തുസ് സഖറയും വെയിലിംഗ് വാളും ഒക്കെ കിടക്കുന്ന പ്രദേശം. 40 ദിവസമെടുക്കുന്ന യാത്ര, രാത്രിയിലെ കുറഞ്ഞ സമയം കൊണ്ട് നബിയെ അങ്ങയെ നാം രാത്രി സഞ്ചരിപ്പിച്ചു. ഞാൻ കൊണ്ടുപോയി അങ്ങയെ, അങ്ങൊറ്റക്ക് പോയതല്ലല്ലോ, ഞാൻ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എൻ്റെ കഴിവറിയുന്നവർക്ക് ആ സംഭവം നടക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാവും. അങ്ങൊറ്റക്ക് പോയതല്ലല്ലോ. അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു അബ്ദിനെ കൊണ്ടുപോയതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് അല്ലാഹു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ കഴിവുകൾക്ക് പരിമിതിയില്ല. ആദ്യം മനസ്സിലാക്കണം. മനുഷ്യന് പരിമിതിയുണ്ട്, മനുഷ്യന്റെ കാഴ്ചകൾക്ക് പരിമിതിയുണ്ട്, മനുഷ്യന്റെ ഹിയറിങ്ങിന് ചില ഫ്രീക്വൻസികളെ കേൾക്കാൻ കഴിയും. അതിൻ്റെ താഴെയാണെങ്കിലും മീതെയാണെങ്കിലും ചില മെഗാഹെർട്സുകൾ കേൾക്കാൻ കഴിയില്ല നമുക്ക്.
എന്നതുപോലെ മനുഷ്യൻ്റെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇല്ലാത്തതാണ് എന്ന് പറയരുത്. നിങ്ങളുടെ ദൃഷ്ടിക്ക് പുറത്തുള്ളത് ഇല്ല എന്ന് നിഷേധിക്കരുത്. അത് സത്യസന്ധമായ വിശ്വാസയോഗ്യമായ ഒരു സോഴ്സിൽ നിന്നാണ് ആ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് അവിശ്വസിക്കണം? അത് വിശ്വസിച്ചുകൂടെ? അതുകൊണ്ട് റസൂലേ, അങ്ങയെ നാം കൊണ്ടുപോയ ഈ യാത്ര അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഇതാണോ ഇസ്ലാം എന്ന് പറഞ്ഞു പോയവരുണ്ടായിരുന്നു നബിയെ. ഇസ്രാഉം മിഅ്റാജും ഉൾക്കൊള്ളാൻ കഴിയാതെ പുറത്തുപോയ 12ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെ തിരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്കത് ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്നില്ല. പിന്നെ ഖുർആൻ പറഞ്ഞു, വശജറത്തുൽ മൽഊനത ഫിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ശപിച്ച ഒരു വൃക്ഷമുണ്ട്. സൂറത്ത് ദുഖാനിൽ ഇന്ന ഷജറത സഖൂം, സഖൂം എന്ന വൃക്ഷം, ആ വൃക്ഷം തീർച്ചയായും ത്വആമുൽ അസീം, നരകവാസികളായ കുറ്റവാളികൾക്ക് അള്ളാഹു നൽകുന്ന ഭക്ഷണമാണത്രേ സഖൂം എന്ന് പറയുന്ന വൃക്ഷം. കൽമുഹ്ലി യഗ്ലീ ഫിൽ ബുതൂൻ, ആ വൃക്ഷത്തിൻ്റെ കായ്ക്കനികൾ കഴിക്കുന്നതോടുകൂടെ വയറിൻ്റെ ഉള്ളകം കത്തിയെരിയുന്നതാണ്, കത്തി അമരുന്നതാണ്. കഗല്യിൽ ഹമീം, തിളച്ചുമറിയുന്ന വെള്ളം പോലെ അതികഠിനമായ ചൂടുള്ളതാണ് ആ വൃക്ഷം. ഈ ആയത്തിറങ്ങിയപ്പോൾ ഹബീബാനബി തങ്ങളോട് മക്കക്കാര് പറഞ്ഞു, തബ്ബല്ലക്, നാശം നിങ്ങൾക്ക്. തസ്ഉമു അന്നന്നാറ തഹ്റഖ്, അന്നന്നാറ തഹ്രിഖ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ പറയുന്നുവല്ലോ നരകം ചൂടുള്ളതാണ്, കരിച്ചു കളയുന്നതാണെന്ന്. കുല്ലമാ നളിദത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകശിക്ഷ ചൂടുള്ളതാണ് എന്ന് പറയുകയും വതസുഉമു അന്നഹു യംബുതു ഫീഹ അഷ്ജർ, ആ നരകത്തിൽ വൃക്ഷമുണ്ടാകുമെന്ന് പറയുകയും ചെയ്യുകയാണോ? തീയിൽ എങ്ങനെയാണ് വൃക്ഷമുണ്ടാകുന്നത്? ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നരകത്തിൽ സഖൂം വൃക്ഷമുണ്ട് എന്ന് പറഞ്ഞ ആശയത്തെ നിഷേധിച്ച് ഇസ്ലാം എന്ന് പുറത്തുപോയവരുണ്ടായിരുന്നു മക്കയിൽ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നബിയേ, ഇസ്രാഉം മിഅ്റാജും പരീക്ഷണമായതുപോലെ തീയിൽ എങ്ങനെയാണ് വൃക്ഷമുണ്ടാകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ബുദ്ധിക്ക് മനസ്സിലാവാത്തത് സത്യത്തിന് അന്യമാണ് എന്ന് ധരിച്ചുപോയ ആളുകൾക്ക് ഷജറത്തു സഖൂം, സഖൂം എന്ന വൃക്ഷത്തെക്കുറിച്ചുള്ള വിവരണം ഒരു പരീക്ഷണമാണ് നബിയേ. അതൊരു പരീക്ഷണമാണ്. എങ്ങനെയാണോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോ ആ സ്ഥലം കിടക്കുന്നത് ഇന്ന് തുർക്കിയുടെ ഭാഗമാണ്. ഷാംലി ഉർഫ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ആ സ്ഥലം. വേറെ പോയ ആൾക്കാരുണ്ടായിരിക്കും. ഷാംലി ഉർഫ. അദാനയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഇസ്തംബൂളിൽ നിന്ന് 2 മണിക്കൂർ 1.5 മണിക്കൂർ ഫ്ലൈറ്റ്, പിന്നെ ബൈ റോഡ് പോകാം. അദാനയിൽ ഇറങ്ങിയിട്ട് തർസൂസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് ഷാംലി ഉർഫയിലേക്കും അവിടേക്കും ഫ്ലൈറ്റ് ഉണ്ട്. ഇസ്തംബൂളിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിഞ്ഞ സ്ഥലവും ഖാറൂനിൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ ഉണ്ട്. ഇറാഖിൻ്റെ ചില ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് ചരിത്രം. ഇരിക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഒരു രോമത്തിന് പോലും ഒരു കുറവ് പോലും സംഭവിക്കാതെ, ഒരു കരിച്ചിലും ഇല്ലാതെ, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം, എൻ്റെ ഇബ്രാഹീമിന് വേണ്ടി തീയെ തണുപ്പായി മാറണമെന്ന് ഏതൊരു പടച്ചവനാണോ തീയിനോട് പറഞ്ഞത്, ആ പടച്ചവൻ്റെ ഖുദ്റത്തിൽ വിശ്വാസമുള്ള വിശ്വാസികൾക്ക് ഷജറത്തു സഖൂം തീയിൽ വളരാൻ കഴിയുമെന്നറിയാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വായുവിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. വസഖർനാ ലഹു റീഹ്, രാവിലെ യാത്ര ചെയ്ത് ഉച്ചക്ക് തിരിച്ചു വരുമ്പോഴേക്കും 4000 കിലോമീറ്ററുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു പേടകത്തിൻ്റെ സഹായമില്ലാതെ വായുവിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുദുവ്വുഹാ ശഹ്റുൻ വറവാഹുഹാ ശഹ്റുൻ, ഒരു മാസത്തെ ദൂരം എന്ന് പറയുന്നത് 2000 കിലോമീറ്ററാണ് ഏകദേശം.
രാവിലത്തെ ഒരു യാത്ര തിരിച്ചു വരുന്നതും കൂടെ കൂട്ടിയാൽ 2 മാസത്തെ യാത്രയാണ്, 4000 കിലോമീറ്ററുകൾ. ആര് യാത്ര ചെയ്തു? സുലൈമാൻ ഇബ്നു ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻ അലൈഹിസ്സലാം. അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ റസൂലിനെ മിഅ്റാജ് കൊണ്ടുപോയത് എന്തേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസം? സുലൈമാൻ നബി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ചോദിച്ചത്, അയ്യുക്കും, ആർക്ക് സാധിക്കും, യഅ്തീനി ബിഅർശിഹാ, ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം, ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, എൻ്റെ മുമ്പിലേക്ക് വിശ്വാസികളായി അവരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ആർക്കാണോ, ജിന്നുകളെ, മനുഷ്യരെ, തൻ്റെ അനുയായികളോട് സുലൈമാൻ നബി അലൈഹിസ്സലാം ഫലസ്തീനിൽ ജെറൂസലേമിൽ വെച്ച് ചോദിച്ചു, നിങ്ങൾ ആർക്കാണ് ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ കിടക്കുന്ന സിംഹാസനം എൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്ന് തരാൻ കഴിയുന്നത്? ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, എ ജയന്റ് ഗോസ്റ്റ്, ജിന്നുകളിൽ, ഭൂതങ്ങളിൽ അതികായനായ അതിശക്തനായ ഒരു ജിന്ന് പറഞ്ഞു, ഒരു ശൈത്താൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, 2000 അതിലേറെയോ 2500 കിലോമീറ്റർ ദൂരമുള്ള സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന യമനിലെ സബയിൽ നിന്ന് ഇങ്ങ് നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന ഫലസ്തീനിലേക്ക് ഒരു മണിക്കൂർ കൊണ്ട് കൊണ്ടുവന്നു തരാം. സുലൈമാൻ നബി എന്തു പറഞ്ഞു? പറ്റില്ല, വേഗം വേണം. وقال الذي عنده علم من الكتاب, പരിശുദ്ധമായ കിതാബിന്റെ വിവരമുണ്ടായിരുന്ന ആസഫ് ഇബ്നു ബർഖിയ, മലകൂത്തുസ് സമാഇന്റെ അസ്റാറുകൾ പഠിച്ച മഹാൻ, അല്ലാഹുവിന്റെ വലിയായ ഒരു മനുഷ്യൻ പറഞ്ഞു. എന്തു പറഞ്ഞു? അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവന്നു തരാം സുലൈമാൻ നബിയെ, ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്, നിങ്ങളൊന്ന് കണ്ണു ചിമ്മി തുറക്കൂ, ഞാൻ കൊണ്ടുവരാം. മൈക്രോ സെക്കൻഡ് എന്നേ പറയാം, ഒരു സെക്കൻഡിനേക്കാളും താഴെയാണ് നമ്മൾ കണ്ണു ചിമ്മി തുറക്കുന്ന സമയം. എന്നാ ഒന്ന് കണ്ണു ചിമ്മി തുറന്നു നോക്കൂ, ഒരു സെക്കൻഡ് എടുക്കൂല. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹ്, കണ്ണു ചിമ്മി തുറക്കേണ്ടി വന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഈ ആസഫ് ഇബ്നു ബർഖിയ ഒന്ന് എഴുന്നേൽക്കുക പോലും ചെയ്യാതെ സബയിൽ നിന്ന് ബിൽഖീസിന്റെ സിംഹാസനം ടെലിപ്പോർട്ടേഷൻ ചെയ്തു, സബയിൽ നിന്ന് ഫലസ്തീനിലെ ജെറൂസലേമിലേക്ക്. അത് കണ്ടപ്പോഴാണ് സുലൈമാൻ അലൈഹിസ്സലാം, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ കഴിവല്ല, എൻ്റെ അനുയായിയുടെ കഴിവുമല്ല, അല്ലാഹു നൽകുന്ന ഖുദ്റത്താണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ പടച്ചവനെ നന്ദി ചെയ്യുന്നവനാണോ, പടച്ചവനെ നിഷേധിക്കുന്നവനാണോ, നന്ദി കേട് ചെയ്യുന്നവനാണോ എന്നെന്നെ പരീക്ഷിക്കാൻ അല്ലാഹു എനിക്ക് സാധിപ്പിച്ചു തന്ന അള്ളാന്റെ കഴിവാണിത്. ഇത് ബോധിച്ച ഒരു മനുഷ്യന് ഇസ്റാഉം മിഅ്റാജും ഉൾക്കൊള്ളുക പ്രയാസമുള്ളതല്ല. എന്തുകൊണ്ട്? സത്യസന്ധരായ സ്വാദിഖും മസ്തൂഖുമായ നിബിധങ്ങളാണ് ഈ പറഞ്ഞത്. അല്ലാത്തവർക്ക് ഇസ്റാഉം മിഅ്റാജും പരീക്ഷണമാണ്. ഷജറത്തു സഖൂം എന്ന വിഷയം, ആ വൃക്ഷത്തിന്റെ വിഷയവും പരീക്ഷണമാണ്.